അതിർത്തി സംസ്ഥാനങ്ങളിലെ സുരക്ഷാ ഡ്രില്ലുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകാം. വൈകിട്ട് 5 മണിക്കാണ് അതിർത്തി സംസ്ഥാനങ്ങളിൽ സുരക്ഷാ ഡ്രിൽ നടക്കുക. പഞ്ചാബ്, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് സുരക്ഷാ ഡ്രിൽ നടക്കുക. ബൽറാം നെടുങ്ങാട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വെച്ചെന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. അവിടെ മഴയുണ്ടോ? ആദ്യം ഇല്ല, നല്ല വെയില്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. ഡൽഹിയിൽ മഴ കഴിഞ്ഞ 2 ദിവസമായി ഇല്ല, നല്ല ചൂട് ഉണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ സീസണിൽ തുടർച്ചയായി മഴ എല്ലാ ആഴ്ചയും ലഭിക്കുന്നുണ്ട്. അതേസമയം ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആവർത്തിക്കുന്നതിനിടെയാണ് ഇന്ന് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ അടക്കം 5 സംസ്ഥാനങ്ങളിൽ ഇന്ന് സുരക്ഷാ ഡ്രില്ല് നടത്തുന്നത്. ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിലാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് പഞ്ചാബ്, ജമ്മു കശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഒപ്പം തന്നെ ഹരിയാന, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഈ സുരക്ഷാ ഡ്രില്ല് നടത്തുന്നത്. പ്രധാനമായും ഈ കൺട്രോൾ റൂമിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും, ഒപ്പം തന്നെ ഒരു എയർ റെയ്ഡ് ഉണ്ടാവുകയാണെങ്കിൽ ഏത് തരത്തിലാണ് പൊതുജനങ്ങൾ പെരുമാറേണ്ടത്, സുരക്ഷിതമായി എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഇതോടൊപ്പം തന്നെ മറ്റ് സിവിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട മറ്റ് മുന്നൊരുക്കങ്ങൾ എന്തെല്ലാമാണ് സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഈ മോക്ക് ഡ്രില്ലിൽ വിവരിക്കുക. ആളുകളെ ഇത്തരം ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ എങ്ങനെ പെരുമാറണം, സുരക്ഷിതമായി എവിടെ തങ്ങണം എന്നത് സംബന്ധിച്ച് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഡ്രില്ല് സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും ശ്രദ്ധേയം ഓപ്പറേഷൻ സിന്ദൂറിന് തുടർച്ചയായി പാകിസ്ഥാൻ ഇന്ത്യയിലെ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ ആക്രമിക്കപ്പെട്ട ഈ 5 സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ മോക്ക് ഡ്രിൽ ഇത്തവണ നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ മോക്ക് ഡ്രിൽ എല്ലാ മാസവും ഇനി മുതൽ നടത്താനുള്ള ഒരു തീരുമാനവും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായി മോക്ക് ഡ്രിൽ പരിശീലിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഏത് തരത്തിൽ സുരക്ഷിതമായി പെരുമാറണം, ആർക്കും പരിക്കേൽക്കാതെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിൽ ജനങ്ങളെ കൂടുതൽ പരിശീലിപ്പിക്കുക എന്ന് തന്നെയാണ് ഇതിൽ ലക്ഷ്യം വെക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ഈ മോക്ക് ഡ്രിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒഫീഷ്യലി ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഈ മോക്ക് ഡ്രില്ലൊക്കെ അതിൻ്റെ തുടർച്ച തന്നെയാണ്.